എല്ലാവർക്കും നമസ്കാരം. ജി ഫോർ ഗുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിവരിക്കുന്നത് കാരുണ്യ ബെനവലന്റ് ഫണ്ട് അഥവാ KBF ഫണ്ടിനെ കുറിച്ചാണ്. കാരുണ്യ ഇൻഷുറൻസ് ഇല്ലാത്തവർക്കും BPL അല്ലാത്തവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. 50,000 മുതൽ 2 ലക്ഷം വരെ ക്ലെയിം കിട്ടുന്ന ഈ ഇൻഷുറൻസ് ഗുരുതര രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർക്ക് ഉപകാരമാണ്. കാരുണ്യ ബെനവലന്റ് ഫണ്ട് എന്നത് കേരള സർക്കാരിന്റെ കീഴിലുള്ള ഒരു ജനകീയ ആരോഗ്യ സഹായ പദ്ധതിയാണ്. ഇതിന്റെ പ്രധാന ലക്ഷ്യം ദാരിദ്ര്യരേഖയ്ക്ക് കീഴിൽ കഴിയുന്നവർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും ഗുരുതരമായ രോഗങ്ങൾക്ക് ചികിത്സ ചെലവിനായി ധനസഹായം നൽകുക എന്നതാണ്. നമുക്ക് കാരുണ്യ ബെനവലന്റ് ഫണ്ടിന്റെ ആവശ്യകതയും പശ്ചാത്തലവും പരിശോധിക്കാം. കേരളത്തിലെ ആരോഗ്യരംഗം ഏറെ മുന്നിലാണ്. എങ്കിലും ചില ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സ ലഭ്യമാക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും കാരുണ്യ ഇൻഷുറൻസ് ഇല്ലാത്തവർക്കും ദാരിദ്ര്യരേഖയ്ക്ക് കീഴിലുള്ളവർക്കും വളരെ വലിയ വെല്ലുവിളിയാണ്. ചില ചികിത്സകൾക്കായി ലക്ഷക്കണക്കിന് രൂപ ചെലവാകും. ഇത്തരം സാഹചര്യത്തിലാണ് 2011 കേരള സർക്കാർ കാരുണ്യ ബെനവലന്റ് ഫണ്ട് എന്ന ആരോഗ്യ ധനസഹായ പദ്ധതി തുടങ്ങിയത്. ഇനി നമുക്ക് പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് പറയാം. 1. കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക. 2. ക്യാൻസർ, ഹൃദയരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, ലിവർ രോഗങ്ങൾ പോലുള്ള ഗുരുതരമായ രോഗങ്ങൾക്ക് ചികിത്സ ലഭ്യമാക്കുക. 3. സർക്കാർ മെഡിക്കൽ കോളേജുകളിലോ അംഗീകൃത സ്വകാര്യ ആശുപത്രികളിലോ രോഗികളുടെ ചികിത്സയുടെ ചെലവ് വഹിക്കുക. KBF പദ്ധതിയുടെ പ്രവർത്തന രീതി. ഇതിനായുള്ള ഫണ്ട് കേരള ലോട്ടറികളുടെ ലാഭത്തിൽ നിന്നാണ് മാറ്റിവെക്കുന്നത്. അപേക്ഷകൻ കൂടുതൽ വരുമാനമില്ലാത്തവനാവണം. അപേക്ഷ പരിശോധിച്ച് യോഗ്യയുള്ളവർക്കു 50,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ ധനസഹായം അനുവദിക്കുന്നു. സഹായം നേരിട്ട് അംഗീകൃത ആശുപത്രിയിലേക്ക് നൽകപ്പെടുന്നു, രോഗിയിലേക്കല്ല. യോഗ്യതാ മാനദണ്ഡങ്ങൾ. കേരളത്തിൽ സ്ഥിരതാമസമുള്ള വ്യക്തിയാകണം. അപേക്ഷകന്റെ കുടുംബം BPL അല്ലെങ്കിൽ കുറഞ്ഞ വരുമാനമുള്ള വിഭാഗത്തിൽ പെട്ടിരിക്കണം. ആവശ്യമായ രോഗങ്ങൾക്കും ചികിത്സക്കുമുള്ള മെഡിക്കൽ രേഖകൾ സമർപ്പിച്ചിരിക്കണം. ചികിത്സ സർക്കാർ അംഗീകരിച്ച ആശുപത്രിയിലോ മെഡിക്കൽ കോളേജിലോ നടത്തേണ്ടതാണ്. സഹായം ലഭിക്കുന്ന പ്രധാന രോഗങ്ങൾ: കാൻസർ, ഹൃദയ ശസ്ത്രക്രിയകൾ, കിഡ്നി ട്രാൻസ്പ്ലാന്റ്, നാഡീരോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ്, പോസ്റ്റ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് കെയർ. സഹായം നൽകാൻ സമർപ്പിക്കേണ്ട രേഖകൾ: റേഷൻ കാർഡ്, രോഗിയുടെ ആധാർ കാർഡ്, വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ്. KBF ഫണ്ടിന് കാരുണ്യ ഇൻഷുറൻസുമായുള്ള ബന്ധം. കാരുണ്യ ഇൻഷുറൻസ് PMJയുമായി സംയോജിപ്പിച്ച് കേരളത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണെങ്കിലും KBFും കാർഷിക തൊഴിലാളികൾ, BPL കുടുംബങ്ങൾ മുതലായവർക്കാണ് ലക്ഷ്യമിടുന്നത്. കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി വഴി മുഴുവൻ സഹായം ലഭിക്കാത്തപ്പോൾ ബാക്കിയുള്ള തുക KBF ഫണ്ടിലൂടെ നൽകപ്പെടാറുണ്ട്. അങ്ങനെ കാരുണ്യ ഇൻഷുറൻസും കാരുണ്യ ബെനവലന്റ് ഫണ്ടും പരസ്പരം ബന്ധപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ കാരുണ്യ ബെനവലന്റ് ഫണ്ട് സർക്കാർ ഫണ്ടിൽ നിന്നുള്ള ആരോഗ്യ ധനസഹായ പദ്ധതിയാണ്. ലക്ഷ്യം: ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സ ലഭ്യമാക്കുക, ദാരിദ്ര്യരേഖയ്ക്ക് കീഴിലുള്ളവർക്കും കുറഞ്ഞ വാർഷിക വരുമാനമുള്ളവർക്കും സഹായം നൽകുക എന്നതാണ്. ഉപസംഹാരം: കാരുണ്യ ബെനവലന്റ് ഫണ്ട് എന്നത് കേരളത്തിന്റെ ക്ഷേമപദ്ധതികളിൽ പെട്ട ഒരു പ്രധാന പദ്ധതിയാണ്. പാവപ്പെട്ടവർക്കും പിന്നാക്ക ജനവിഭാഗങ്ങൾക്കും രോഗചികിത്സയിൽ ആശ്വാസം നൽകുന്നതിന് ഇത് വലിയ തോതിൽ സഹായകമാണ്. കാരുണ്യ ഇൻഷുറൻസ് പോലുള്ള പദ്ധതികൾക്കൊപ്പം പ്രാദേശികതലത്തിലേക്ക് ലക്ഷ്യമിട്ടതാണ് ഈ പദ്ധതിയും. കാരുണ്യ ഇൻഷുറൻസ് ഇല്ലാത്തവർക്കും വലിയൊരു ആശ്വാസവും സമാധാനവുമാണ് ഈ പദ്ധതി. ആരോഗ്യ സുരക്ഷ എല്ലാവർക്കും എന്ന ലക്ഷ്യത്തോടെ കേരളം കൈക്കൊള്ളുന്ന ഈ നടപടി മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ലൈക്കും ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. മറ്റുള്ളവർക്ക് അയച്ചു നൽകുക.